ഹായ് ഫ്രണ്ട്സ്, കേരള ടെന്നീസ് ബോൾ ക്രിക്കറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയതിനു ശേഷം നമ്മുടെ ചാനലിന് ഫസ്റ്റ് വരുമാനം കിട്ടിയിട്ടുണ്ട്. അത് എത്രയാണെന്ന് വെളിപ്പെടുത്തുകയാണ്. ഏകദേശം 2 വർഷം എടുത്ത് എനിക്ക് ചാനലൊന്ന് മോണിറ്റൈസേഷൻ ആയി കിട്ടാൻ വേണ്ടിയിട്ട് 2021 കേരള ടെന്നീസ് ബോൾ ക്രിക്കറ്റ് എന്ന എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇത്രയും കാലം എന്നോട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. 2023 നവംബർ 2-ാം തീയതിയാണ് എൻ്റെ കേരള ടെന്നീസ് ബോൾ ക്രിക്കറ്റ് എന്ന യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയത്. അങ്ങനെ നവംബറിലെയും ഡിസംബറിലെയും വരുമാനമാണ് നമുക്ക് അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നത്. അറിയാലോ, യൂട്യൂബിൽ നിന്ന് മിനിമം $100 ഉണ്ടെങ്കിൽ വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് കിട്ടിയത് ജനുവരി 23-ാം തീയതി അങ്ങനെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആയത്. ഏകദേശം അറിയാലോ, മിനിമം $1 തന്നെയാണ് അക്കൗണ്ടിലേക്ക് വന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടോ, നവംബറിലും ഡിസംബർ 2 മാസം കൊണ്ട് എനിക്ക് $100 കിട്ടിയെന്നല്ലേ. 2 മാസം കൊണ്ട് എനിക്ക് $100 ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്കൊരു പഴയ അക്കൗണ്ട് ഉണ്ടായിരുന്നു, ഒരു പഴയ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. ഒരു 5-6 വർഷം മുമ്പത്തെ ചാനലാണത്. ആ ചാനലിൻ്റെ പേര് ചങ്ക്സ് മീഡിയ എന്നായിരുന്നു. ആ ചാനലിൽ പഴയ വാട്സപ്പ് സ്റ്റാറ്റസ് അങ്ങനത്തെ അവിടെ നിന്നൊക്കെ പെറുക്കിയിടുന്ന കുറേ വീഡിയോസ് ആയിരുന്നു അതിൻ്റെ കണ്ടൻറ്റ്. ആ ഒരു ചാനൽ 5-6 വർഷം മുമ്പ് നല്ല രീതിയിൽ പോകുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് യൂട്യൂബിൻ്റെ പുതിയൊരു റൂൾസൊക്കെ വന്നത്. ആ റൂൾസ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ അടിച്ചു പോയി. അപ്പോൾ അങ്ങനെ ആ പഴയ അക്കൗണ്ടിൽ ഒരു $88 നമ്മുടെ അക്കൗണ്ടിൽ ബാക്കിയുണ്ടായിരുന്നു ബാലൻസ്. ആ $88 പിന്നീട് വിഡ്രോ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു. അത് ആഡ്സെൻസിൽ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതുകൊണ്ട് യോഗേഷ് പന്തെടുക്കാമെന്ന ഈ ചാനലായിരുന്നു എൻ്റെ ആ പഴയ ചാനൽ. ഞാൻ ആ പേര് മാറ്റി എൻ്റെ കണ്ടൻസൊക്കെ ഡിലീറ്റ് ആക്കി. അതിനുശേഷം 2021 ഞാൻ കേരള ടെന്നീസ് ബോൾ ക്രിക്കറ്റ് എന്ന പുതിയ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ നവംബറും ഡിസംബറും എത്ര വരുമാനം കിട്ടിയെന്ന് അറിയാം. നവംബർ മാസം ഡിസംബർ മാസം നമുക്ക് നവംബറിൽ ഉണ്ടോ, ആഗസ്റ്റ് 2023, സെപ്റ്റംബർ, ഒക്ടോബർ ഈ മാസങ്ങളൊന്നും പൈസ കിട്ടിയില്ല. ആകെ നവംബറിൽ 6.24 ഡിസംബറിൽ 6.41. ഏകദേശം 6 12 $12.6 അങ്ങനെയാണ് ഈ 2 മാസം കൊണ്ട് നമുക്ക് കിട്ടിയത്. അപ്പോൾ പഴയ അക്കൗണ്ടിൽ $88 ഉണ്ടായിരുന്നില്ല. ആ $88 ഈ $12 ഇത് രണ്ടും കൂടിയിട്ടൊരു $101 നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയത്. ഈ $101 ജനുവരി 23-ാം തീയതി ഞാൻ വിഡ്രോ ചെയ്തത്. ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ വരുമാനം, $101. ഈ $101 ടാക്സ് എല്ലാം കട്ടാക്കിയിട്ട് ഏകദേശം അറിയാലോ, $1 $80. 8,000 രൂപ എങ്ങാണ്ട് വരേണ്ടതാണ്. 7,900 സംതിങ് ആണ് നമ്മുടെ അക്കൗണ്ടിൽ കയറിയത്. ഞാനിപ്പോൾ എൻ്റെ പഴയ യൂട്യൂബ് ചാനലിൻ്റെ വരുമാനം കാണിച്ചു തരാം. അതിനുശേഷമാണ് എനിക്ക് പുതിയ ചാനൽ മോണിറ്റൈസേഷൻ ആയതിനു ശേഷം കിട്ടിയത് $12 ഉണ്ടോ. ആഗസ്റ്റ് 1, 31, 2022 88, സെപ്റ്റംബറിൽ 88. ആ ബാലൻസ് അങ്ങനെ തന്നെയുണ്ട്. എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ പോയതിനു ശേഷം $88 അങ്ങനെ തന്നെ ആഡ്സെൻസിൽ ഉണ്ടായതാണ്. പിന്നെ ഈ $100 ആവാണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് 2 വർഷം എടുത്തു പുതിയ ചാനൽ മോണിറ്റൈസേഷൻ ആവാൻ. ആ 2 വർഷം എടുത്തിട്ട് 2 മാസം കൊണ്ട് $12 കിട്ടി. അങ്ങനെ $12 ഈ 88 കൂടി $101 ആയി. അങ്ങനെ ആ $101 ഞാനിപ്പോൾ വിഡ്രോ ചെയ്തത്. ഒക്ടോബർ 31, 2023 $88 തന്നെ. നവംബർ 1 തൊട്ട് നവംബർ 30 വരെ ഒരു $6 അങ്ങാണ്ട് കയറി. അങ്ങനെ $94 ആയി. ഡിസംബറിൽ വീണ്ടും ഒരു 6.41 കയറി. അങ്ങനെ ടോട്ടൽ $101 ആയി. ഈ $101 എൻ്റെ ആദ്യ വരുമാനം. ഓക്കെ. അപ്പോൾ ഈ അവസരത്തിൽ കേരള ടെന്നീസ് ബോൾ ക്രിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഭാവിയിലും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുള്ളതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വരുമാനമൊക്കെ കിട്ടാൻ പറ്റിയത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പഴയ 2 വർഷം മുമ്പ് ഇട്ടൊരു വീഡിയോ ആണിത്. ഹൗ ടു ബോൾ ഇൻ സ്വിംഗ് ഇൻ ടെന്നീസ് ബോൾ. ആ ഒരു വീഡിയോ ക്ലിക്ക് ആയതുകൊണ്ടാണ് നമുക്കൊരു 4000 വാച്ച് അവർ ഒന്ന് സെറ്റാക്കി എടുക്കാൻ പറ്റിയത്. ലെഗ് കട്ടർ എന്ന വീഡിയോസാണ് അധികം നമ്മുടെ ചാനലിനെ ക്ലിക്ക് ചെയ്തത്. പിന്നെ
ടൂർണമെൻറ്റിൽ കളികളൊക്കെ നമ്മളിങ്ങനെ വീഡിയോ ഇടുമെങ്കിലും അതിന് വ്യൂസൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വരുമാനം കുറവ്. അപ്പോൾ നല്ല വരുമാനം കിട്ടണമെങ്കിൽ നല്ല വ്യൂസ് ഉണ്ടാവണം. അപ്പം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇനിയും നല്ല നല്ല സപ്പോർട്ടുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.